ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ നോട്ട് 6 ആണ് ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത് നോട്ട് 5 എന്തായിരുന്നു, ഒരു തിയറായിരുന്നു അല്ലേ? അല്ല, നോട്ട് 4 നോട്ട് 5 നമ്മൾ പറഞ്ഞ് നിർത്തിയത് തിയറം 2 വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ തിയറം 2 പറയുന്ന 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫിക്സ്ഡ് പോയിന്റ് യുണീക്കായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. തിരിച്ച് പറ്റൂല എന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? നമ്മൾ ലാസ്റ്റ് നോട്ട് 5 ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയൊരു പ്രോബ്ലം ഇതായിരുന്നു അല്ലേ? g(x) = 3⁻⁻x. അപ്പോൾ ഇതിന് നമ്മൾ ആ തിയർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കി. ആ തിയറത്തിൻ്റെ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് നോക്കി, പറ്റുന്നില്ലേന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് തിയറം വെച്ചിട്ട് നമുക്ക് യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഗ്രാഫിക്കലി നമുക്ക് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തതായിരുന്നു നോട്ട് 5. അപ്പോൾ ഇനി നോട്ട് 6 നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ കാണാൻ പോവാണ്. അതായത് ഇപ്പം നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഫോർമുല ഒന്നുമില്ല അല്ലേ? ഡയറക്റ്റ് ഈ ഫിക്സ്ഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അങ്ങനെ പ്രത്യേകം ഫോർമുല ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ഈ തിയറേ ഉള്ളൂ. അപ്പോൾ ഈ യുണീക്ക് ആണോ അല്ലയോ, അല്ലെങ്കിൽ ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ നമ്മൾ ന്യൂമറിക്കൽ സൊല്യൂഷൻസ്, ന്യൂമറിക്കൽ അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ന്യൂമറിക്കൽ അപ്രോക്സിമേഷൻ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും സ്പെസിഫിക് ഡിഗ്രിയിൽ അല്ലേ, അതായത് നമ്മളിപ്പോൾ 10⁻³ അല്ലെങ്കിൽ 10⁻⁻4 അങ്ങനെ നമുക്ക് തരും. ആ പറയുന്ന ആ ഒരു ഡിഗ്രി ഓഫ് ആക്യുറസിയിൽ നമുക്ക് ആ ഒരു ഫിക്സ്ഡ് പോയിന്റിനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പം അതാണ് നമ്മൾ നെക്സ്റ്റ് ഐറ്ററേഷനിൽ ചെയ്യാൻ പോകുന്നത്, ഫിക്സ്ഡ് പോയിന്റ് ഐറ്ററേഷനിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫിക്സ്ഡ് പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കലി ചിലപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടണം എന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കിട്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്രോക്സിമേറ്റ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിക്സ്ഡ് പോയിന്റ് ഐറ്ററേഷൻ എന്നുള്ള അതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സീക്വൻസ് ജനറേറ്റ് ചെയ്യും. Pn എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് നമ്മൾ ജനറേറ്റ് ചെയ്യും. നമ്മൾ P0 നമ്മളവിടെ എന്ത് ചെയ്യും, ഇനീഷ്യൽ അപ്രോക്സിമേഷനായിട്ട് ചൂസ് ചെയ്യും. P0 ഇനീഷ്യൽ അപ്രോക്സിമേഷനായിട്ട് ചൂസ് ചെയ്തിട്ട് നമ്മൾ Pn എന്നുള്ള സീക്വൻസ് ജനറേറ്റ് ചെയ്യും. n ഫ്രം 0 to ∞. വിത്ത് Pn എന്ന് പറഞ്ഞാൽ g of Pn-1 ആയിട്ട് ചൂസ് ചെയ്തിട്ട് n ≥ 1. ഇനി ഈ സീക്വൻസ് Pn P0 കൺവേർട്ട് ചെയ്യുക. g എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് Pn എങ്ങനെ എഴുതാം, P = ലിമിറ്റ് n → ∞ Pn എഴുതാം അല്ലേ? Pn P0 കൺവേർട്ട് ചെയ്യുക. അപ്പോൾ P = ലിമിറ്റ് n → ∞ Pn എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n → ∞ Pn ആരാ, g of Pn-1, g of Pn-1 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ഈ ജീൻ്റെ ലിമിറ്റ് പുറത്ത് കൊടുത്തൂടെ, g of ലിമിറ്റ് n → ∞ Pn-1 which is g of ഇതാരാ, ലിമിറ്റ് n → ∞ Pn-1 P അല്ലേ? അപ്പോൾ നമുക്ക് P = g of P എന്ന് കിട്ടി. അതായത് നമുക്ക് ഫിക്സ്ഡ് പോയിന്റ് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണ മെത്തേഡ്. ആദ്യം നമ്മൾ Pn എന്നുള്ള സീക്വൻസിനെ ജനറേറ്റ് ചെയ്യും. Pn ആരായിട്ട് എടുക്കും, g of Pn-1 ആയിട്ട് എടുക്കും. അങ്ങനെ ആകുമ്പോൾ ഈ Pn P0 കൺവേർട്ട് ചെയ്യുന്ന g എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് P = ഈ രൂപത്തിൽ എഴുതാം. അതിനെങ്ങനെ എഴുതി, g of P എന്ന് കിട്ടി. അപ്പോൾ P = g of P. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫിക്സ്ഡ് പോയിന്റ്, അതായത് നമുക്ക് സൊല്യൂഷൻ കിട്ടി. g of x = x എന്നുള്ള അല്ലേ, g of P = P എന്നുള്ള സൊല്യൂഷൻ, നമ്മൾ ഫിക്സ്ഡ് പോയിന്റ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ഇനി നമ്മൾ ഇതിനെ ഗ്രാഫിക്കലി ഒന്ന് പറയാൻ പോവാണ്.
നമ്മൾ കർവ് എടുത്തു. ഇതാണ് നമ്മളെ കർവ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫിക്സ്ഡ് പോയിന്റ് എങ്ങനെ കാണാം? y = x എന്നുള്ള അതായിട്ട് കോയിൻസൈഡിന്റെ പോർഷൻ അല്ലേ, ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് പോയിന്റ്. ഇത് നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ എങ്ങനെ നമ്മളിത് ഗ്രാഫിക്കലി ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ ആയിട്ടുള്ള പി നോട്ട് എടുത്തു. പി നോട്ട് നമ്മൾ ചൂസ് ചെയ്യാണ് കേട്ടോ. പി നോട്ട് എടുത്തു. അപ്പം ഞാൻ ഇതിനെ പി നോട്ട് മാർക്ക് ചെയ്തു. അപ്പം ഇതിനെയാണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. നമുക്ക് എന്താണ് പി എൻ ഈക്വൽ ടു ജി ഓഫ് പി എൻ മൈനസ് 1 എന്നല്ലേ ഉള്ളത്. അപ്പോൾ P1 ഈക്വൽ ടു എന്ത് വരും? ജി ഓഫ് പി നോട്ട് എന്നല്ലേ വരിക. ആദ്യം നമുക്ക് പി നോട്ട് നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ പി നോട്ടിനെ ജിയിൽ കൊടുക്കുകയാണെങ്കിൽ ജി ഓഫ് പി നോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് P1 കിട്ടും. അപ്പോൾ ഈ പോയിന്റ് P1 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? പി നോട്ട് P1 അല്ലേ ഇത് വരിക. പി നോട്ട് P1. ഓക്കെ, ആദ്യം നമ്മൾ പി നോട്ട് എന്നുള്ള ഇനീഷ്യൽ അപ്രോക്സിമേഷൻ എടുത്തു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ പോയിന്റ് കാണാൻ പോവാണ്. ഇതിനെ y കോർഡിനേറ്റ് കാണാൻ പോവാണ്. നമ്മളെ പി എൻ എന്നുള്ള ഫംഗ്ഷൻ എന്തായിരുന്നു? ജി ഓഫ് പി എൻ മൈനസ് 1. അപ്പോൾ P1 ആണ് ജി ഓഫ് പി നോട്ട് ആണ്. അപ്പോൾ നമുക്ക് P1 കിട്ടി. അപ്പോൾ ഇതിന് എന്താണ് നമുക്ക് ഈ പോയിന്റ് ആരായി വരും? പി നോട്ട് P1. ഓക്കെ, ഇനി അപ്പോൾ ഇതാരാ വരിക? ഇത് y = x എന്നുള്ള ലൈനല്ലേ. അപ്പോൾ ഈ ലൈനിൽ ആരാണ് ഇത് പി സെക്കൻഡ് കോർഡിനേറ്റ് എന്തായാലും ഇത് P1 എന്നുള്ള പോയിന്റ് അല്ലേ ആണോ? y = x എന്നുള്ള ആ ലൈനിൽ മീറ്റ് ചെയ്യുന്ന ആളല്ലേ. ഇതിന്റെ സെക്കൻഡ് കോർഡിനേറ്റ് P1 ആയിരിക്കും അല്ലേ എന്തായാലും. പിന്നെ ഇതിങ്ങനെ ചേഞ്ച് ചെയ്ത് വരികയാണ്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഇത് ഈക്വൽ ആയി വരുന്ന പോയിന്റ് ആണ്. അപ്പോൾ P1 അല്ലേ ഇത് വരിക. ഇനി നമ്മൾ ഈ ലൈനിലെ ഏത് പോയിന്റ് എടുത്താലും ഈ രൂപത്തിലാണ് വരിക അല്ലേ. ഓക്കെ, ഇനി ഇതിനെ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അപ്പൊ ഇതാരാ? P1 അല്ലേ. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് P1 അല്ലേ. P1 ഇനി ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഈ P1 ഞാൻ എന്ത് ചെയ്യുക? ഗ്രാഫിലോട്ട് ടച്ച് ചെയ്യിപ്പിക്കാണ്. ഓക്കെ, നമ്മൾ ഈ ഫസ്റ്റ് ചെയ്ത പ്രോസസ് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം പി നോട്ട് എടുത്തിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ ഈ y കോർഡിനേറ്റ് കണ്ടെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഈ പോയിന്റ് മാർക്ക് ചെയ്തു, ഇത് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് P1 അത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? P1 നമ്മൾ ഇങ്ങോട്ട് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ കർവിലോട്ട് കൊണ്ടുവന്നു. ഇനി ഇതിനോട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇതാരാണ്? P3 അല്ലേ, സോറി P2 അല്ലേ. P2 എന്താ? ജി ഓഫ് P1 അല്ലേ. അപ്പോൾ ഇതെന്തായി മാറും? P2 അല്ല P1 P2. ഓക്കെ, ഇനി നമ്മളെ ഈ y = x എന്നുള്ള ഈ ലൈൻ തരാം. ഇതിനെ ഇങ്ങോട്ട് മീറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇതാരാണ്? P2. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. P2 ആയി. ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഈ കർവിലോട്ട് ഇതാക്കണം അല്ലേ. അപ്പോൾ ഇവിടെയാണ് വരുന്നത്. നമ്മൾ അതിനെ ഇങ്ങോട്ടാക്കണം. അപ്പോൾ ഇവിടെ P3 എന്താവും? ജി ഓഫ് P2 ആവും. ഓക്കെ, ജി ഓഫ് P2 ആവും. അപ്പോൾ ഇതാരാവും? P2 P3 ആവും. പിന്നെ ഇതിനെ P2 ആയി. ഇതിലോട്ട് ടച്ച് ചെയ്യുമ്പോൾ ഇത് P3 ആയി. ഇനി നമ്മൾ ഇതിനെ വീണ്ടും ഇങ്ങോട്ട് P3 ആയി. നമ്മൾ ഇനി എന്ത് ചെയ്യുക? ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നോക്കുക, ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് ചെയ്തു.
പിന്നെ ഇവിടെ അപ്പൊ നമുക്ക് ഇത് കൺവേർജ് ചെയ്യല്ലേ ചെയ്യുന്നതാ ഇങ്ങനെ വന്നിട്ട് ഇതിപ്പോ ഇനി നമ്മൾ ഇനിയും ചെയ്യുമ്പോൾ നമുക്ക് ഇനി നമ്മളിങ്ങനെ P3 P4 P5 കാണുമ്പോൾ ഇങ്ങനെ ഉള്ളോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് എങ്ങനെ ഏത് രൂപത്തിലാണ് കൺവേർജ് ചെയ്യുന്നത്? ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പോയിന്റിലോട്ട് P എന്നുള്ള പോയിന്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ P എന്നുള്ള പോയിന്റ് ആരായിരുന്നു? ഇയാളല്ലേ നമുക്ക് കണ്ടേ, ഫിക്സ്ഡ് പോയിന്റ് അല്ലേ കണ്ടേ. അപ്പൊ ഇതിങ്ങനെ വന്ന് 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 ഇവിടെ എത്തും. അപ്പൊ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അപ്പൊ അതാണ് ഇത് പ്രോസസ്സ്. അപ്പൊ അതിന്റെ ഫിഗർ ആണ് ഇത്. ഓക്കെ, ഈ ഫസ്റ്റിൽ കാണുന്നത് ആ ഫിഗറാണ്. രണ്ടാമത് കാണുന്നത് നമ്മൾ വേറൊരു കർവ് എടുത്തു. ആ കർവിനെയും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും? P0 P1 P2 അങ്ങനെ മാർക്ക് ചെയ്ത് അതിൻ്റെ കൺവേർജൻസ് പറയാം. അപ്പം അതിൽ നമുക്ക് ഇതിൽ നോക്കാം. നമ്മൾ ഈ കർവ് രണ്ടാമത്തെ ഫിഗറിലുള്ള ഈ കർവ് എന്താണ്? ഈ രൂപത്തിലാണ്. ഞാൻ എന്ത് ചെയ്തു? ഇനീഷ്യൽ അപ്രോക്സിമേഷൻ P0 എടുത്തു, ചൂസ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം അല്ലേ. അപ്പൊ ഇതാരാവും? P1 = G of P0. അപ്പൊ ഈ പോയിന്റ് ആരായി? P0 P1 ആയി. ഓക്കെ, ഇതിൽ y = x എന്നുള്ള ലൈൻ വെക്കണ്ടേ? അപ്പൊ നമ്മൾ P ഇതാണ് അല്ലേ, ഇതാണ് നമ്മൾ കാണണ്ടേ. അപ്പൊ P0 മാർക്ക് ചെയ്തു. P1 = G of P0 ഇത് കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്യണ്ടേ? ഇതിനെ ഈ ലൈനിലോട്ട് കൂട്ടിക്കണം. y = x ജോയിൻ ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ആരാണ്? P1. ഇനി ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ ഇത് P1. ഇനി ഇതിനെന്ത് ചെയ്യണം? കർവിലോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ എന്തായി? ഇതിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. P2 ആരായി? G of P1 ആയി. അപ്പോൾ ഇതാരായി? P1 P2. ഇനി എന്ത് ചെയ്യണം? ഈ y = x എന്നുള്ള ഈ ലൈനിലോട്ട് പോകണം അല്ലേ. അപ്പൊ ഇതാരായി? P2 ആയി. ഇനിയോ ഇതിനെ താഴോട്ട്. അപ്പൊ ഇയാള് P2. ഇനി വീണ്ടും ഇതിനെ കർവിലോട്ട് ഇതിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് P3 കിട്ടും. എന്താണ്? G of P2 അല്ലേ. ഓക്കെ, G of P2 കിട്ടും. P3. അപ്പൊ ഇതാരായി? P2 P3 ആയി. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കമ്പയർ ചെയ്യുമ്പോൾ P3 ആയി. വീണ്ടും P3 അല്ലേ. നമ്മളിങ്ങനെ ചെയ്ത് പോകണം. അപ്പൊ ഇതിലെങ്ങനെയാണ് കൺവേർജൻസ് കിട്ടുന്നത്? ഇങ്ങോട്ട് ഇങ്ങനെ പോകണം അല്ലേ. ഇവിടെ ഇങ്ങനെയാണ് P എന്നുള്ള പോയിന്റിലോട്ട് പോണത്. ഇവിടെ എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ പോയി ഇങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പൊ രണ്ട് ഗ്രാഫ് തന്നിട്ട് ആ രണ്ട് ഗ്രാഫിന്റെ എന്താണ് കൺവേർജൻസ് കാണിക്കുകയാണ് ചെയ്യുന്നത് ആ രണ്ട് ഫിഗറിൽ. ഓക്കെ, ഇനി ഈ പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടോ? ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് ഇനി ഒരു എന്താണ് നോട്ട് 6 അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്താണ് ഇപ്പം ഇതുവരെ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾ എങ്ങനെ ഇതിൽ പ്രോബ്ലം ചെയ്യുന്നു.
എക്സ് ക്യൂബ് Question. Find an approximate root of the equation x cube plus 4x square minus 10 equal to 0 using fixed point iteration. Fixed point iteration. അപ്പോൾ എങ്ങനെ ഫിക്സ്ഡ് പോയിന്റ് ഐട്രേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷന് സൊല്യൂഷൻ കാണാമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിതിനെ ഞാനിതിനെ എന്ത് ചെയ്തു, 4x ക്യൂബിനെ അവിടെ നിർത്തി. എക്സ് ക്യൂബ് പ്ലസ് 4x സ്ക്വയർ മൈനസ് 10 ഈക്വൽ ടു 0 എന്നല്ലേ. 4x സ്ക്വയറിനെ ഞാൻ ഇവിടെ നിർത്തി. ബാക്കിയുള്ളതിന് അപ്പുറത്തോട്ടെ. അപ്പോൾ എന്ത് വരും? 10 മൈനസ് എക്സ് ക്യൂബ് എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ എന്തായി മാറി? 10 മൈനസ് എക്സ് ക്യൂബ് ബൈ 4 അല്ലേ. അപ്പോൾ എക്സ് എന്തായി മാറി? പ്ലസ് ഓർ മൈനസ് 1/2 10 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് ടു 1/2 അല്ലേ. ഇനി നിങ്ങളുടെ നോട്ടിൽ നോക്കുക, ഇതാരാണ്? G3 ആയിട്ടല്ലേ. അതായത് ABCDE എന്ന് പറഞ്ഞിട്ട് സൊല്യൂഷൻ ഇത് തന്നിട്ടുണ്ട്. അതിൽ സി അല്ലേ, ഇത് 1/2 10 മൈനസ് എക്സ് ക്യൂബ് ഓൾ റൈസ് 1/2 അല്ലേ. ഇത് G3 അല്ലേ തന്നിട്ടുള്ളേ? ആണോളൂ. അപ്പോൾ ഈ ഒരു ഇതിനെ നമുക്ക്, ഇതിപ്പോ സി ആണ്, ഈ ഒരു ഇതിനെ നമുക്ക് ഈ രൂപത്തിൽ മാറ്റി എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ ഞാൻ ഈ എക്സ് ക്യൂബ് പ്ലസ് 4x സ്ക്വയർ മൈനസ് 10 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ രണ്ട് ഭാഗത്ത് എക്സിനെ ആഡ് ചെയ്യാൻ പോകണം. അപ്പൊ എക്സ് പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് 4x സ്ക്വയർ മൈനസ് 10 ഈക്വൽ ടു എക്സ്, 0 പ്ലസ് എക്സ് അല്ലേ. 0 plus x which is equal to x which is equal to എന്താണ്? ഇതാരാണ്? g1 of x ആണോ? അതായത് നിങ്ങളെ a ആണോ തന്നിട്ടുള്ളത്? ഏതല്ലേ? x മൈനസ് സോറി അവിടെ പ്ലസ് ആണ് കേട്ടോ വരുന്നത്. മൈനസ് ഒരു മിനിറ്റ്, എ അവിടെ നിൽക്കട്ടെ. ബി നോക്കാം.
ബിനെ ഞാൻ എന്ത് ചെയ്തു, എക്സ് ക്യൂബ് ഈക്വൽ ടു 10 - 4x². എക്സ് ക്യൂബിനോട് നിർത്തി ഇതിനപ്പുറത്തോട്ട് പോയി. അപ്പൊ എക്സ് ക്യൂബ് ബൈ ഞാൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് വരും, 10 - 4x² ബൈ എക്സ്. അപ്പൊ എന്താ, x² ഈക്വൽ ടു 10/x - 4x. അപ്പൊ എക്സ് എന്ത് വരും, 10/x - 4x all raised to 1/2. ഇതാണോ ബി വന്നത്? 10/x മൈനസ് ഇതാര G2 അല്ലേ? ഓക്കെ, 10/x - 4x raised to 1/2. ഇത് ബി. അപ്പൊ ഈ ഒരു ഇക്വേഷനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ ഈ രൂപത്തിൽ മാറ്റി എഴുതാം, അല്ലെങ്കിൽ ഈ രൂപത്തിൽ മാറ്റി എഴുതാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, എ ബി സി ഡി ആ ഈ വരെ തന്നില്ലേ, ആ രൂപത്തിലൊക്കെ നമുക്ക് മാറ്റി എഴുതാം. ശരിയല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതിടാ, ഏത് ഫസ്റ്റ് ചെയ്തതോ? എ ചെയ്തതാ, എക്സ് ക്യൂബ് പ്ലസ് ല്ലേ. ഇതില് രണ്ട് ഭാഗത്ത് എക്സ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തു, പക്ഷെ ഇവിടെ മൈനസ് അല്ലേ? അങ്ങോട്ട് കൊണ്ടുപോകാം. ഏതിനെ? പ്ലസ് എക്സ് ക്യൂബ് മുതലുള്ള സാധനത്തിനൊക്കെ ഇക്വേഷന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോകാം. ഇതിനോട് നിർത്തിയത് അല്ലേ? എക്സ് ഈക്വൽ ടു ഇതിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. എച്ച് ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, താങ്ക് യു. എക്സ് ക്യൂബ് മൈനസ് 4x² പ്ലസ് 10 അല്ലേ? ഓക്കെ, അപ്പൊ എ കിട്ടി അല്ലേ? അപ്പൊ ഈ എ ബി ആരാണ്? ഇത് G1 ഓഫ് എക്സ്. ബി ആരാണ്? G2 ഓഫ് എക്സ് ഈക്വൽ ടു 10/x മൈനസ് 4x raised to 1/2. C G3 1/2 10 minus x cube all raised to 1/2. D G4 of x 10/4 plus x all raised to 1/2. E G5 of x equal to x minus x cube plus 4x² minus 10 divided by 3x² plus 8x. അപ്പോൾ ഈ 5 രൂപത്തിലും നമുക്ക് ഈ ഒരു തന്നിട്ടുള്ള എക്സ് ക്യൂബ് പ്ലസ് 4x² മൈനസ് 10 ഈക്വൽ ടു 0 എന്നുള്ളതിനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഈ 5 രൂപത്തിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം. ആ 5 രൂപത്തിൽ ഇട്ടിട്ടുള്ളത് കാണിക്കുന്നുണ്ട് ആ ടേബിളിൽ. അതെങ്ങനെയാന്ന് പറയാം. ഇപ്പൊ എന്തിനാ ഈ 5 രൂപത്തിൽ ഇട്ടിട്ട് കാണിക്കണെന്ന് നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവും. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ ലാസ്റ്റ് തരാം കേട്ടോ. അപ്പൊ ഇപ്പൊ ഇത് എങ്ങനെയായി മാറി? ഈ എയില് ഈ G1 ഇട്ടിട്ട് നോക്കാം. എന്താണ്? എക്സ് ഈക്വൽ എക്സ് മൈനസ് എക്സ് ക്യൂബ് മൈനസ് 4x² പ്ലസ് 10. ആ ഒരു ടേബിൾ കണ്ടോ? ആ ടേബിളിൽ എങ്ങനെയാണ്? എ ബിന്റെ സി ഡി ഇ ഈ 5 വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ടേബിളാണ് അല്ലേ? എ വെച്ചിട്ട് ചെയ്യുന്നത്, ബി വെച്ച് ചെയ്യുന്നത്, സി വെച്ച് ചെയ്യുന്നത്, ഡി ഇ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ എന്റെ ഫംഗ്ഷന് ഇയാളാണ് അല്ലേ? എക്സ് മൈനസ് എക്സ് ക്യൂബ് മൈനസ് 4x² പ്ലസ് 10. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ പിന്നോട് നമ്മൾ ഫിക്സ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞിരുന്നു അതേ ഇനീഷ്യൽ അപ്രോക്സിമേഷൻ പിന്നോട് നമ്മൾ ഫിക്സ് ചെയ്യാം. ഞാൻ പിന്നോട്ടിന് ഒരു 1.5 എന്ന് കൊടുത്തു. ഇനി എനിക്ക് എങ്ങനെ P1 കിട്ടും? P1 എന്താ വരിക? G1. ഇവിടെ നമ്മൾ എയിലല്ലേ, അപ്പോൾ A1 ഇവിടെ ആരെ ഫംഗ്ഷൻ? ഇയാൾ G1 ആണ്. G1 ഓഫ് എക്സ് ആണ് അല്ലേ? അപ്പോൾ ഈ G1 ഓഫ് P0 അല്ലേ? P1 എന്ന് പറഞ്ഞാൽ Pn എന്ന് പറഞ്ഞാൽ G ഓഫ് Pn - 1 ആണ് അല്ലേ? അപ്പോൾ P1 അറിയുമ്പോൾ G ഓഫ് P0 വരിക.
നോട്ട് ആരവിടെ 1.5 ആണ് അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ G1 എന്ന് കൊടുത്ത ഇവിടുത്തെ ഫംഗ്ഷൻ G1 ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ Pn ഈക്വൽ ടു G(Pn-1) എന്നാണ്. ഇവിടെ ഇല്ല, പക്ഷെ ഇവിടെ ഞാൻ ഇവിടുത്തെ ഫംഗ്ഷൻ G1 ആയതുകൊണ്ടാണ് ഈ 1 കൊടുക്കുന്നത്. കൺഫ്യൂസ്ഡ് ആവോ? ഓക്കെ, എന്തായാലും ഇങ്ങനെ കേട്ടെ. അപ്പൊ ഇവിടുത്തെ G ആരാ? ഇതാണ് അല്ലേ, ഈ x മൈനസ് x³ മൈനസ് 4x² പ്ലസ് 10 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ 1.5 ഇതിൽ കൊടുക്കാൻ പോവാണ്, ഈ എക്സിൽ കൊടുക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് എന്ത് വാല്യൂ കിട്ടും? -0.875 ഈ വാല്യൂ കിട്ടും. ഇനി P2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഞാനൊരു സ്റ്റെപ്പ് കൂടെ എക്സ്ട്രാ ചെയ്തിട്ട് ഇത് P0 അല്ലേ, which is equal to G(1.5). അപ്പൊ ഇവിടെ എന്താ വരിക? P1 അല്ലേ, which is equal to G(. കിട്ടിയ വാല്യൂ ആരാ? P1 ആരായിരുന്നു? -0.875. അപ്പൊ അയാളെ കാൽക്കുലേറ്റ് ചെയ്യും. അത് നമ്മൾ ഇതിലോട്ട് ഇവിടത്തെ ഫംഗ്ഷൻ ഇതാണ്. അപ്പൊ ഇതിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും. എന്താണ്? 6.732. നമുക്ക് P3 കാൽക്കുലേറ്റ് ചെയ്യാം. P3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? G(P2) അല്ലേ, എന്താ വാല്യൂ? -469.7. അടുത്ത നമ്മൾ P4 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.03 × 10⁻⁻8. ഇനി B എന്നുള്ള എടുക്കുക. അപ്പോൾ ബിയിലുള്ള ഫംഗ്ഷൻ ആരാ? 10/x. 10/x മൈനസ് 4x⁻1/2 അല്ലേ. അപ്പോൾ അതെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ P0 ഞാൻ എല്ലാത്തിനും ഫിക്സ് ചെയ്ത് 1.5 ആണ്. അപ്പോൾ ഇവിടെ P1 എന്ത് വരും? G(P0). അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ ഞാൻ കൊടുക്കുകയാണേ, കാരണം ആ ഫംഗ്ഷൻ മാറാതിരിക്കാനാണ്. അപ്പോൾ എന്താ വരും? G2 അല്ല ഇവിടെ വരാം. ഓക്കെ, അപ്പൊ G2(P0) അത് G2(1.5). അത് ഇത്ര വാല്യൂ വരുന്നേ? 0.8167. ഇനി P3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ P2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ G(P1) which is equal to G2(P1) ആയിരുന്നു 0.8165 which is equal to 2.9969. അടുത്ത P3ന്റെ വാല്യൂ എന്ത് വരുന്നത്? -8.65 1/2. ഓക്കെ, ഈ സിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഇതായിരിക്കും അടുത്ത ഫംഗ്ഷന്. അപ്പോൾ P0 ഞാൻ എന്ത് ചെയ്തു? 1.5 എടുത്തു. P1 കണ്ടു. അവിടുത്തെ P1 നമുക്ക് എന്ത് കിട്ടും? 1. ആ ടേബിൾ ചെയ്തിട്ടില്ല കേട്ടോ, ആ ടേബിൾ നിങ്ങൾ നോക്കുക. 1.2869537768 കിട്ടും അല്ലേ P1. പിന്നെ P2 എന്താ കിട്ടുക? 1.402540 ആ വാല്യൂ കിട്ടും. P3 P4. ഓക്കെ, ഡിയും അതുപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഇയും അതുപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് വരാം? 1.5 1.348399725 1.367376372. ഓക്കെ, ഇതിൽ പിന്നെ എക്സെട്ര ഉണ്ട് കേട്ടോ. ഇവിടെ 1.5 1.3733333 1.36526205. ഓക്കെ, അങ്ങനെ പോവാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ റിസൾട്ട് ഇപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ബൈസെക്ഷൻ മെത്തേഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 27 ഇറ്ററേഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഏതിലാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ബൈസെക്ഷനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 27 സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പം ഇനി ഇതിൽ തന്നെ എയോ ബിയോ സിയോ ഡിയോ ഇയോ ഈ 5 മെത്തേഡിലും ചെയ്യാന്ന് പറഞ്ഞു. അതായത് ഈ 5 ഫംഗ്ഷൻ ഇതിനെ നമുക്ക് ഈ 5 രൂപത്തിലും മാറ്റി എഴുതാന്ന് പറഞ്ഞു. അപ്പോൾ ഈ 5 രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി ഇതിൽ ഏതൊക്കെ പറ്റൂല നോക്കണം. നോക്ക്, എ എന്ന് പറഞ്ഞതിലും ബി എന്ന് പറഞ്ഞതിലും നോക്ക്. ഇതിൽ കണ്ടോ P0 1.5 ആയിരുന്നു, അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരുന്നു. P1 ആരാ? നെഗറ്റീവ് വാല്യൂ, പിന്നെ പോസിറ്റീവ് വാല്യൂ, പിന്നെ നെഗറ്റീവ് വാല്യൂ അല്ലേ. അങ്ങനെ വരുമ്പോൾ കൺവേർജ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ P എന്താണ് കൺവേർജ് ചെയ്യുന്നുണ്ടെന്നല്ലേ.
Pn if Pn converges to P പിന്നെ G കണ്ടിന്യൂസ് അങ്ങനെയല്ല നമ്മളെ കണ്ടീഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് പോയിന്റ് കിട്ടുമല്ലോ അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് ആ ഒരു കണ്ടീഷൻ തെറ്റിയില്ല, ഡൈവേർജ് ചെയ്യല്ലേ ചെയ്യുക. ഒന്ന് പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഡൈവേർജ് ചെയ്യാന്നല്ലേ മീനിങ്. അപ്പൊ എ എന്നുള്ള ഇത് പറ്റൂല, ഈ രൂപത്തിൽ പറ്റൂല. ഇനി ബിക്ക് എന്താ പ്രശ്നം? ബിന്റെ ശ്രദ്ധിച്ചോ, P3 കണ്ടപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂക്ക് സ്ക്വയർ റൂട്ട് വന്നു, സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു. അപ്പൊ നമുക്ക് എന്താണ് അവിടെ നമ്മൾ കോംപ്ലക്സ് നമ്പർ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എന്താണ് ഇതിലും പറ്റൂല അല്ലേ. അപ്പൊ ഈ ഒരു മെത്തേഡ് പറ്റൂല. റീസൺ എന്താണ്? ഈ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു. അപ്പൊ ഇതിലും ഈ എ എന്നുള്ളതിലും എടുത്ത് ചെയ്യാൻ കഴിയൂല, ബി എന്നുള്ളത് നമുക്ക് പറ്റൂല. പിന്നുള്ളത് സി എന്നുള്ളത് എന്താ വെച്ചാൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കുറേ സ്റ്റെപ്പ് ചെയ്യണം. കുറേ സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണം, ഈ 4 ഡെസിമൽ പ്ലേസ് ഒക്കെ പറയുമ്പോൾ എത്ര സ്റ്റെപ്പിലാണ്? 25ാമത്തെ സ്റ്റെപ്പിലോ 15ാമത്തെ സ്റ്റെപ്പിലൊക്കെയാണ് 15ൽ 4 വരെ ഈക്വലായി വരുന്നുള്ള രൂപത്തിൽ കിട്ടും. നമ്മളോട് ക്വസ്റ്റ്യനിൽ 10⁻⁻⁴ ആക്യുറസിയിൽ ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുകൊണ്ടാണ് സി കുറച്ച് ബുദ്ധിമുട്ടായി വന്നത്. സി പറ്റൂല എന്നല്ല, എയും ബിയും പറ്റൂല, പക്ഷെ സി കുറേ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും, ഒരു ഡിഫിക്കൽട്ട് ആണ്. പിന്നെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ഏതെല്ലാം? ഡിയിലും ഇയിലും ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു എക്സാമിന്റെ ലാസ്റ്റിൽ പറയുന്നത് ആക്ച്വൽ റൂട്ട് ഈസ് 1.36523001 എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നത്. ഇയിൽ നമുക്ക് എത്രാമത്തെ സ്റ്റെപ്പിൽ കിട്ടീന്? 5ാമത്തെ അല്ലേ, 4ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആക്ച്വൽ റൂട്ട് എന്താണ്? ആ ഇയിൽ പറഞ്ഞിട്ടുള്ള ആ 5ാമത്തെ ആ റിസൾട്ടിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ബൈസെക്ഷൻ അൽഗോരിതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ആൻസർ പെട്ടെന്ന് കിട്ടുന്നത് ഡി ഇ എന്നുള്ള ആ 2 ചോയ്സിലുമാണ്. ബൈസെക്ഷൻ മെത്തേഡിൽ നമുക്ക് 27 ഇറ്ററേഷൻസ് ആവശ്യമാണെന്ന് അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ എ എന്നുള്ള ചോയ്സിൽ എന്താ പ്രശ്നം? എയിൽ ഇത് ഡൈവേർജ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാണ്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ എ എന്നുള്ള ചോയ്സ് നമുക്ക് പറ്റൂല. ഇനി ചോയ്സ് ബിയിൽ എന്താ പ്രശ്നം? സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സൊല്യൂഷന്. ഓക്കെ, ഇത്രയാണ് നോട്ട് 6 പറയുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആ ഗ്രാഫ് ഒന്നുകൂടി പറയണമെന്നുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഒന്ന് പറയടോ. ഇന്ന് നോട്ട് 6 പറഞ്ഞത് നമ്മൾ ഈ ഫിക്സ്ഡ് പോയിന്റ് ഐട്രേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, അത് ഗ്രാഫിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, അതിലൊരു പ്രോബ്ലം ചെയ്തു. ഇത്രയാണ് ചെയ്തത്. അപ്പോൾ ആ ഗ്രാഫിലോ അല്ലെങ്കിൽ ഈ മെത്തേഡിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ്സേടെ 1.36523001 അവിടെയാണ് നിർത്തേണ്ടത്, മനസ്സിലായി. അതിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നോക്ക്, അതായത് എന്താണ് ആ വാല്യൂ ഈക്വൽ ആയി വന്നില്ലേ? 1 അതിന് തൊട്ട് മുമ്പത്തേലും എന്താണ് 1.36523001 ആണ് അല്ലേ? അത്രയും പ്ലേസ് ഈക്വൽ ആയി വന്നു. നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് മനസ്സിലാകാം. അതായത് ഇപ്പൊ നമ്മൾ 5ാമത്തെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 10⁻⁻⁴ ആക്യുറസിയിലാണ് വേണ്ടത് നിൽക്കുക. അപ്പൊ നമ്മൾ ഒരു 5ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് 3 പ്ലേസ് വരെ ഈക്വലായി കിട്ടിയിട്ടുള്ളൂ. 6ാമത്തെ പ്ലേസിൽ നമുക്ക് 3 വന്നിട്ടുള്ളൂ. 8ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് 4 ഈക്വലായി വരികയാണെന്നുണ്ടെങ്കിൽ 4ാമത്തെയും 5ാമത്തെയും പിന്നെ 6 അതിന്റെ ശേഷമുള്ളതിലൊക്കെ അങ്ങനെ ഈ 4 സ്റ്റെപ്പ് ഈക്വലായി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ സ്റ്റോപ്പ് ചെയ്യല്ലേ? ഇതിന്റെ അപ്രോക്സിമേറ്റ് ചെയ്ത് നിർത്തുക. അതുതന്നെയല്ലേ നമ്മൾ ആ ഒരു ആദ്യം പറഞ്ഞത്. നമ്മൾ ഈ അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സ്പെസിഫൈഡ് ഡിഗ്രി ഓഫ് ആക്യുറസിയിൽ നമുക്ക് ആ ഫിക്സ്ഡ് പോയിന്റ് കാണാം. ഓക്കെ ആണോ? ഓക്കെ ആണോ?
മിസ് ആ പറഞ്ഞു. 1.5 നമ്മള് ഫിക്സ് ചെയ്തില്ലേ? 1.5 അവിടുന്നാണല്ലോ പിന്നോട്ട് വെച്ച് തുടങ്ങിയത്. അതെ അതെ. അത് എവിടുന്ന കിട്ടി? അതോ x³ പ്ലസ് 4x² മൈനസ് 10 ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 0 എന്നിട്ട് കൊടുക്കും. അപ്പോൾ 0 പ്ലസ് 4 ഇൻറ്റു 0 മൈനസ് 10. ഇത് എത്ര വാല്യൂ വരുന്നേ? ഇത് എത്രയാണോ? 0 മൈനസ് 10. മൈനസ് 10 അല്ലേ വരുന്നേ? ഇതൊരു നെഗറ്റീവ് വാല്യൂ അല്ലേ? അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്തു, അത് ഞാനിപ്പോൾ എന്തെടുത്ത് എക്സിന് 0 എന്ന് കൂട്ടിയതു. ഇനി ഞാൻ എക്സിന് എന്ത് ചെയ്യാണ്, 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ 1³ പ്ലസ് 4 ഇൻറ്റു 1² മൈനസ് 10 എന്ത് വരും? 1 പ്ലസ് 4 മൈനസ് 10. ഇത് എത്ര വരുന്നത്? 5 മൈനസ് 10. ഇതെന്ത്? മൈനസ് 5 അല്ലേ? ഇതും നെഗറ്റീവ് വാല്യൂ ആണ് അല്ലേ? ഇതും നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. നമുക്ക് എപ്പോഴാണ് സൊല്യൂഷൻ ഉണ്ട് നമ്മൾ പറയുക? ഒരു ഇങ്ങനെ വന്ന് വരണം, അതായത് പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ചേഞ്ച് വരണം. അങ്ങനെയാണെങ്കിലല്ലേ നമ്മൾ എന്താണ് റൂട്ട് ഉണ്ട് എന്ന് പറയുള്ളൂ. ഇത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പോസിറ്റീവ് തന്നെയായിട്ട് തുടരുകയാണെങ്കിൽ നമുക്ക് റൂട്ട് ഉണ്ടെന്ന് പറയാൻ കഴിയൂല അല്ലേ? അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് തന്നെ തുടരുകയാണെങ്കിൽ നമുക്ക് പറയില്ല. ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്യണം അല്ലേ? അതൊരു പോസിറ്റീവ് നെഗറ്റീവിലോട്ട് ഒരു ചേഞ്ചോ അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവിലോട്ട് ഒരു ചേഞ്ചോ ഉണ്ടാവണം അല്ലേ? അപ്പോൾ നമ്മൾ എക്സിന് 1 കൊടുത്തു. ഇനി ഞാൻ എക്സിന് 2 കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്തരും? 2³ പ്ലസ് 4 2² മൈനസ് 10. അപ്പോൾ എത്ര വരും? 8 പ്ലസ് 4 2² എത്ര? 4. 4 ഇൻറ്റു 4 16 മൈനസ് 10 അല്ലേ? അപ്പോൾ എത്ര? ഇത് എത്ര വരുന്നത്? 24. 24 10 മൈനസ് ചെയ്താൽ 14 അല്ലേ? ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഇതാ ഈ 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലാണ് റൂട്ട് ഉള്ളത് എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടി അല്ലേ? റൂട്ട് 1-ൻ്റെയും 2-ൻ്റെയും ബിറ്റ്വീനിലാണ്. റൂട്ട് ബിറ്റ്വീൻ 1 and 2 അല്ലേ? നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്താണ്? 1.3652 അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ക്ലിയർ ആയില്ലേ? ഇതിൻ്റെ ഇടയിലാണ് ആ വാല്യൂ കിട്ടിയത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പറയാം, എന്തിനാണ് 1.5 ചൂസ് ചെയ്തത്? ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാനിപ്പോൾ 1 ഒരാളാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, P0 1 ആയിട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കത് കുറേ സ്റ്റെപ്പ് പിന്നെയും കൂടും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്തിരുന്ന ബൈസെക്ഷൻ മെത്തേഡിൽ? ഇപ്പോൾ ഇത് A0 ആണെന്നുണ്ടെങ്കിൽ P0, അത് നമ്മൾ ഈ ചേഞ്ച് എവിടെ നോക്കൂ അല്ലേ? ഇതാണ് ഇപ്പോൾ P നമ്മൾ റൂട്ട് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് എവിടെ നോക്കും? അപ്പോൾ ഇപ്പം ഇവിടെ പോസിറ്റീവും ഇങ്ങനെയാണ്. ഈ പോയിന്റാണ് കിട്ടണ്ടേ. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യാണ്, 0 1 2 ഇത് 0 1 2 നോക്ക്. ഇപ്പം ഈ 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലാണ് റൂട്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ 1-ന്ന് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്ത് കുറേ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇനി ഏതെങ്കിലും ഒരു നമ്പർ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാനിത് 1.5 ഞാൻ കൊടുക്കാൻ പോവാണ് എക്സിന്. അപ്പോൾ എന്തെങ്കിലും എക്സിന് ഞാൻ 1.5 കൊടുക്കുമ്പോൾ
1.5 ഹോൾ ക്യൂബ് പ്ലസ് 4 ഇൻറ്റു 1.5 ഹോൾ സ്ക്വയർ മൈനസ് 10. ഈ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരുമോ? 1.5 ഹോൾ ക്യൂബ് പ്ലസ് 4 ഇൻറ്റു 1.5 ഹോൾ സ്ക്വയർ മൈനസ് 10 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുമോ? ആരും ചെയ്യണ്ടോ? മൈനസ് 15.625 എന്ന് കിട്ടുന്നു. 15.625 അല്ലേ? 625. നെഗറ്റീവ് വാല്യൂ അല്ലേ? ആ. ഓക്കെ, അപ്പൊ നോക്കട്ടോ, ഇതും 0ന്റെ 1ന്റെ ഇടയിൽ സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല, കാരണം ഇത് നെഗറ്റീവ് ആണ്, ഇതും നെഗറ്റീവ് ആണ് അല്ലേ? ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അപ്പൊ അതിന്റെ ഇടയിൽ സൊല്യൂഷൻ ഇല്ല. ഇനി നമ്മൾ പറഞ്ഞു 1ന്റെയും 2ന്റെ ഇടയിലാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു, കാരണം നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ 1.5 എടുത്തു. 1.5 എനിക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടിയത്. അപ്പോൾ 1ന്റെയും 1.5ന്റെ ഇടയിൽ സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ സെക്ഷനിൽ സൊല്യൂഷൻ ഇല്ല. ഇവിടെയാണ് 1.5 നോക്കുക. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഈ പോർഷൻ ഒഴിവാക്കാം അല്ലേ? പിന്നെ നമ്മൾ ഈ പോർഷൻ എടുത്താൽ പോരെ? അപ്പോൾ കുറച്ചുകൂടെ സ്റ്റെപ്പ് കുറഞ്ഞു കിട്ടും. അതിനാണ് നമ്മൾ കുറച്ചുകൂടെ ഈ 1.5 പി നോട്ട് ആയിട്ട് എടുത്തത്. ഇനി വേണമെങ്കിൽ ഒരാൾക്ക് ഞാൻ എക്സിൽ 1.6 വാല്യൂ കൂടെ ഞാൻ കാണാൻ പോവാണ്. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യുക? പി നോട്ട് ആരായിട്ട് ചൂസ് ചെയ്യുക? 1.6 ആയിട്ട് ചൂസ് ചെയ്യുക. ഇൻ കേസ് ഇത് പോസിറ്റീവ് ആയിട്ട് കിട്ടണേ, 1.6 പോസിറ്റീവ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പി നോട്ടിനെ 1.5 ആയിട്ട് തന്നെ എടുക്കണം. കാരണം അതിൻ്റെ ഇടയിലായിരിക്കും പിന്നെ സൊല്യൂഷൻ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോടോ? അപ്പം ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ, സോറി ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഭയങ്കര നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം എങ്ങനെ കിട്ടാന്ന് 1.5 ഇത് കിട്ടാതെ നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അത് ഞാൻ പറയാൻ വിട്ടതാണ്, സോറി. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? ആദ്യം അത് ചൂസ് ചെയ്യാൻ നമ്മൾ ഈ ഒരു ഇതിലിട്ട് കൊടുത്തു നോക്കുക. 0 ഇട്ട് കൊടുത്തു നോക്കുക, 1 ഇട്ട് കൊടുത്തു നോക്കുക, 2 ഇട്ട് കൊടുത്തു നോക്കുക. അപ്പം ഏതിൻ്റെ ഇടയിലാണോ ഒരു ചേഞ്ച് കിട്ടുന്നത്, നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ചേഞ്ച് കിട്ടുന്നത്, അതിൻ്റെ ഇടയിലായിരിക്കും സൊല്യൂഷന്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ഇപ്പം എനിക്ക് 2ന്റെയും 3ന്റെ ഇടയിലാണ് സൊല്യൂഷൻ ഉള്ളതെന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2.5ലും കൂടെ ഒന്ന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതും എനിക്ക് ഇതിപ്പോൾ നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, അപ്പോഴല്ലേ സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ ഇത് എനിക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഇടയിലാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ അടുത്ത് കിട്ടും, കുറച്ചുകൂടെ സൊല്യൂഷൻ ഒന്ന് എന്തായി കിട്ടി, കുറച്ചുകൂടെ സ്റ്റെപ്പ് കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം അത് ചെക്ക് ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ അവിടെ? ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. ഡൗട്ട് ഉണ്ടോ? ഓക്കെ മിസ്.